ഹലോ ഗായ്സ്, നമ്മുടെ GTA 5 മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ കുട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൈമണ്ടയിൽ ഒരു കേടായിരിക്കുന്ന ഒരു കാർ ഫ്ലൈയിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ട്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഓടാൻ പറ്റാത്ത കണ്ടീഷനിലല്ല എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സൈമണിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈമൺ പറഞ്ഞിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഓടത്തില്ല, എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇവ നല്ല പൈസയാണ് നമ്മളിൽ നിന്ന് മേടിക്കണേ കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ വേറെ എന്ത് ചെയ്യാനും പറ്റുക. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഇപ്പം ഡീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈമണാണെങ്കിൽ തല ഇറക്കുന്ന ടീമാണല്ലോ. അപ്പോൾ നമ്മളൊരു കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈമണ്ടിയിൽ. പക്ഷേ ഇത് പോരാന്നാണ് പറയണേ. ഈ വണ്ടി ഓടത്തില്ല കേട്ടോ, എന്നിട്ടാണ് അവന് ഇത്ര വെയിറ്റ് ഇടുക. അപ്പോൾ നമ്മുടെ ട്രെവറുടെ നമുക്ക് എന്തായാലും പറയാം എന്ത് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈസ വേണ്ട, ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും കാണാട്ടോ. അതേ വണ്ടിയിൽ ഇതേ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കേടായിരിക്കുന്ന വണ്ടി തന്നെയാണ്. ഈ വണ്ടി കിട്ടിയത് നമ്മളെങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളാകെ പെട്ടു എന്ന് പറഞ്ഞാലോ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ സൈമൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇത് ശരിയാക്കി ഇവിടെ ആളില്ല എന്ന് പറയണേ, ശരിയാക്കാൻ ആളില്ല എന്നാട്ടോ പറയണേ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട് നിൽക്ക്, ഞാൻ ആലോചിക്കട്ടെ എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ട്രെവർ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ ഒന്ന് പുറത്തു പോയി നോക്ക്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നുള്ള സ്കീമിൽ നമ്മുടെ ട്രെവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ പുറത്ത് നിന്നാലും നിൽക്കുക കളി. ഈ സൈമണാണെങ്കിൽ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്തിട്ടാ മക്കളെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കാണെങ്കിൽ വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ നമ്മുടെ ഡ്രൈവർ വിളിക്കണ വരെ. ഓക്കെ സാർ, നമ്മുടെ ഡ്രൈവർ നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഫ്ലാറ്റ് ബെഡും ലോറി നമ്മുടെ മറ്റേ വണ്ടി അതിന് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വില്ലേജിലേക്ക്. അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ്റെ ആരം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് ശരിയാക്കി തരാമെന്നാണ് നമ്മുടെ ഡ്രൈവർ കൂട്ടം പറയണത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇതിനുള്ള നല്ല മെക്കാനിക്ക് നമ്മുടെ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദൂരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ നമ്മുടെ വണ്ടിയിൽ നല്ല പുക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പണി കഴിയാവോന്ന് അറിയില്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല കേട്ടോ. ബോട്ട് വഴി പോയാലും തന്നെ 2-3 ദിവസം പിടിക്കും പോയി വരാനായിട്ട്. അപ്പോൾ നമുക്ക് ആകെ രക്ഷയുള്ളത് ഈ വണ്ടി ശരിയാക്കൽ മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വേഗം നമ്മുടെ ഡ്രൈവർ പോണ ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഇവന് കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ തന്നെ നമ്മളെ കട്ടയ്ക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ തന്ന ലൊക്കേഷൻ. കണ്ട ഇങ്ങനെയുണ്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ ഓരോരോ വികൃതികളെ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എന്നൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ കയറ്റി നിർത്താം. അതേ അവിടെ ഒരാൾ നിൽക്കണ്ട്, ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ ആൾ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ബെസ്റ്റ് മെക്കാനിക്കാണ്, പെട്ടെന്ന് പണി തീർക്കുന്നതാണ് പറയണേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അണ്ണൻ്റെ അടുത്ത് കാര്യം പറയാം കേട്ടോ. അപ്പോൾ ആൾ വണ്ടി പറഞ്ഞു ഇതാരെ വണ്ടിയാണ്, എന്തിൻ്റെ കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡ്രൈവറിനെ മനസ്സിലാക്കി പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ പണി കഴിഞ്ഞെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യണ്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലല്ലോ, വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അയാളപ്പോൾ ഇത്ര വരെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം സമയം നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സമയം കഴിയും തോറും ടെൻഷനായി വരാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ആ പുക ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവറിനെ നമ്മളെ ചതിച്ചൊക്കെ പോകാല്ലാണ്ട് വേറെ രക്ഷയില്ല. നമുക്ക് എന്ത് ചെയ്യുന്ന അറിയില്ല. അതേ ആ അൺനോൺ ആ കിഡ്നാപ്പർ കോള് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ എവിടെയാണ് പൈസ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പൈസ ഉണ്ട്, നിങ്ങളാദ്യം എവിടെയാന്ന് പറയാമെന്ന്. ലൊക്കേഷൻ അവിടെ പറയണില്ല കേട്ടോ. ആൾക്ക് എന്തോ ഡൗട്ട് അടിച്ച് തോന്നുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ ലൊക്കേഷനും പറയണമില്ല. ഭയങ്കര പ്രശ്നം, ആകെ തലവേദന പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, നമ്മുടെ കൺട്രിയിലേക്ക് നമുക്ക് വേഗം പോകണം കേട്ടോ. അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോകണം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കൺട്രിയിൽ അത്യാവശ്യം വലിയ നമ്മുടെ ഭാഗ്യം കഴിഞ്ഞ് നമ്മൾ വണ്ടിയുടെ പണി ഇങ്ങനെ തീർത്തോട്ടെ. എന്തോ ചെറിയ പണി കൂടി ഉണ്ടായിരുന്നുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറി നമുക്ക് വേഗം പോകാം കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡ്രൈവർ ചെയ്തിട്ടുണ്ടാകുന്ന തോന്നുന്നുണ്ട്. നമുക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കൺട്രി സൈഡിൽ നമുക്ക് ഡ്രൈവറിന് ഒരു വീട് കൊടുക്കാം കേട്ടോ സ്വന്തമായിട്ട്. അപ്പോൾ തോക്കും വെടി വെക്കണ്ട കേട്ടോ, പറക്കണില്ലല്ലോ ഇതെന്താ പറക്കാതെ. ഓക്കെ ഗൈസ്, നമ്മളിതേ അങ്ങനെ ഫ്ലൈ മോഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി പറക്കണ്ട കേട്ടോ. ഫ്യൂച്ചറിസ്റ്റിക് കാറാട്ടോ ഇതൊക്കെ.
അത്യാവശ്യം നല്ല പൈസയാണ് നമ്മുടെ സൈമൺ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ട്രെവർ നമ്മുടെ സൈമണെ ഭീഷണിപ്പെടുത്തി ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതേ അത്തി. അപ്പം നമ്മൾ മിക്കവാറും നമ്മുടെ എത്ര കിഡ്നാപ്പേഴ്സ് എത്തുന്നതിന് മുമ്പേ നമ്മൾ എത്തൂട്ടോ അവിടെ നമ്മുടെ കൺട്രിയിൽ. ഓക്കെ ഇതേ ബൂസ്റ്റൊക്കെ ഉണ്ടല്ലേ ഇത് അമ്പോ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വേഗം നമ്മുടെ കൺട്രിയിൽ എത്താം. അപ്പോൾ നമ്മുടെ കൺട്രി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതേ നമ്മളെ കൺട്രി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ. ഓക്കെ ഗൈസ്, നമ്മളിതേ നമ്മളങ്ങനെ കൺട്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൺട്രി. എങ്ങനെയുണ്ട് നമ്മുടെ കൺട്രി എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ ഇട്ടോളൂ. ഓക്കെ ഗൈസ്, നമ്മുടെ കൺട്രി ഉണ്ടാകണ്ട ആരും ഇപ്പോൾ വന്നിട്ടൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ട്രെവറിന് വീട് കൊടുക്കാം കേട്ടോ. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അവൻ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്കിതേ നമ്മുടെ കൺട്രിയാണ്, നമുക്ക് ഇഷ്ടമുള്ളതും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ നമ്മുടെ ഷിൻചാനും ചോപ്പിനും കണ്ടുപിടിക്കില്ല ഇപ്പോഴും കുറേ ടാസ്ക്കാണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും നാളെയാന്ന് തോന്നുന്നുണ്ട്. നാളെ എന്നല്ല, ഇവർ കിഡ്നാപ്പേഴ്സ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇവരിപ്പോൾ എത്തേണ്ട സമയം ആയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബൂസ്റ്റൊക്കെ ഇട്ട് നമ്മൾ വേറെ വഴി കൂടെ പറന്ന് കട്ട് ചെയ്താട്ടാ വന്നത്. അത് കാരണം അവർക്ക് എന്തായാലും നമ്മളെ കാണാൻ സാധ്യത കുറവായിരിക്കും. അത് കാരണം നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇവിടെ ആരെങ്കിലും വന്നാലും നമ്മളറിയും ഇതാണ് നമ്മൾ ഷിൻചാനും ചോപ്പിനും വേണ്ടിയുള്ള വീട് നമ്മൾ പണിത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ മാൻഷനാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും വിഷയത്തിൽ നിന്ന് പറയില്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അവർ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റഡാറിൽ അറിയാൻ പറ്റും കേട്ടോ ഇവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം. അപ്പോൾ നമ്മളത് ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ ചാനൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ പറയുന്നത് മൊത്തം തെറ്റിപ്പോയല്ലോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കട്ടയ്ക്ക് കൂടുന്നോളൂ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.